ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് വെച്ച് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കും നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ 1/4 ഭാഗത്തോളം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ കുഴഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. ആ ഒരു പരുവത്തിലാണ് ഇതിനെ വേവിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള തേങ്ങ ഒരു 1/4 മുറി തേങ്ങയാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇതിനി വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ 4 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ക്യാരറ്റിന് വേണ്ടിയാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും പറയുന്നത്. ഇനി എത്രയാണോ ക്യാരറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് പലഹാരം വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കണക്കാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച്. ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ്. ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേപോലെ 2 സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു പൗഡറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു മണവും നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിവിടെ മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ 2 മിനിറ്റ് നേരത്തേക്ക് വേവാനായിട്ട് വെച്ചിരുന്ന ആ ഒരു ക്യാരറ്റ് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുള്ളത്. പകുതി വേവാണ് വെന്തിട്ടുള്ളൂ. ഇത്രയും മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് കടിക്കാനായിട്ട് കിട്ടണം. അതുമാത്രമല്ല നമുക്കിനി ഒന്നുകൂടി ഇത് വേവിച്ചെടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം ഞാനിതുപോലൊരു ബൗളിലേക്ക് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ടിനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയിലേക്ക് നമ്മൾ ഈ ചൂടാറിയിട്ടുള്ള ക്യാരറ്റും തേങ്ങയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ, ചൂടോടെ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓണാക്കി കൊടുക്കണ്ട. ഇതിലേക്ക് ഇനി കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇളകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. കേക്കിൻ്റെ മൗൾഡിൽ ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. എങ്ങനെ വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിൻ്റെയും തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഇത് നല്ല ഷേപ്പായിട്ടിരിക്കാനാണ് ഈ ഒരു ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും ആ ഒരു വെയിറ്റ് കൊണ്ട് നമ്മളിത് നല്ലപോലെ പൊങ്ങാതെ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അതിനു വേണ്ടിയാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുട്ട മാത്രമായതുകൊണ്ട് പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ അതിൻ്റെ ഷേപ്പ് ആകൃതിയൊക്കെ വ്യത്യാസം വരും. അപ്പോൾ കാണാൻ വീഡിയോയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഇത് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കാം. നല്ല കറക്റ്റ് ഷേപ്പിലാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്, അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ താളിച്ചിട്ട് അതും ഇട്ട്
കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒരു തവണ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇനി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.